ഉള്ളി അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. തേങ്ങ ഒട്ടും ചേർക്കാതെ തേങ്ങ വറുത്തരക്കാതെ ഉണ്ടാക്കുന്ന ഈ കറി വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുഴിവുള്ള പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉലുവയും കൂടി ചേർക്കുക. ഇത് രണ്ടും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ഇഞ്ചിയുമാണ് ഞാൻ ചേർത്തത് കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ മുരിഞ്ഞ് നിറം മാറി തുടങ്ങുന്നതിന് മുൻപേ ചെറുതായി കട്ട് ചെയ്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം. 500 ഗ്രാം ഉള്ളിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് 2ആയി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് സോഫ്റ്റ് ആക്കാം. മീഡിയം ഹീറ്റിൽ നമുക്കിത് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ വഴന്ന് ഇത് ഏകദേശം പകുതി ചുരുങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഇപ്പം നന്നായിട്ട് വഴന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത ഉള്ളി ഏകദേശം പകുതിയായി ചുരുങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഉള്ളിയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. മസാലപ്പൊടികളെല്ലാം ഉള്ളിയുമായി മിക്സായി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കണം. 5 മിനിറ്റെങ്കിലും നമ്മളിത് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. പിന്നെ ഇതിലേക്ക് വേകാനുള്ള വെള്ളവും കൂടി ചേർക്കണം. മസാലപ്പൊടികളും ഉള്ളിയും ഒന്ന് വേകണമല്ലോ, അതിനു വേണ്ടിയുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പോരാത്ത ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ വേവിക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വെന്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞു വരും. നമ്മളിത് വറുത്തരക്കാത്തത് കൊണ്ട് നമ്മൾ ചേർത്ത എണ്ണ മാത്രമാണ് ഇതിലുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ശർക്കര പാനിയാണ് ഞാൻ ചേർത്തത്. ശർക്കര പൊടി ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉള്ളിക്കറി റെഡിയായി. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത്. വളരെ ഹെൽത്തിയുമാണ്. നമ്മൾ തേങ്ങ വറുത്തരക്കാതെയും തേങ്ങ ഒട്ടും തന്നെ ചേർക്കാത്തൊരു കറിയാണ്. നല്ല ടേസ്റ്റുമാണ്. ചോറിനും ചപ്പാത്തിക്കും നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്